പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സുദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഈ രാവിലെ സമയം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതായ വിലപ്പെട്ട അവസരമാണ് ഈ ദിവസം. നാം ഓരോ ദിവസം തോറും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളായിരിക്കുന്ന എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാനിടയായി തീരും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടായ ഒരു ജീവിതമായി തീരുവാൻ ഇടയായി തീരും. യോശുവയോട് ദൈവം അരുളി ചെയ്ത ഒരു കാര്യമാണ്, നീ പോകുന്നിടത്തൊക്കെയും അല്ലെ എൻ്റെ ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളണം, അത് നിൻ്റെ വായിൽ ഉണ്ടായിരിക്കണം, അപ്പോൾ നീ കൃതാർത്ഥനായിരിക്കും എന്ന് പറയുവാനിടയത്. നീ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരിക്കും. നിനക്ക് നല്ല അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും ഉണ്ടാകുവാനിടയെ തീരുമെന്ന് യോശുവയോട് പറയുവാനിടയെ തീർന്നു. ഇന്ന് പകലിലെ രാവിലത്തെ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു വേദവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നമ്മൾ വായിച്ചതായ ഈ കേട്ടതായ വചനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുള്ളതായ ഒരു വചനമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുവാനിടയിൽ തരുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ദൈവം നമുക്കെല്ലാവർക്കും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു വേല ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതിനും ദൈവത്തിന് പരമപ്രധാനമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി. അവരോട് ദൈവം ഇങ്ങനെ പറയുവാനിടയെ തുറന്നു, ഈ തോട്ടത്തിലെ വേല നിങ്ങൾ ചെയ്യണം, തോട്ടം കാക്കണം, അതേപോലെ തന്നെ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം, ദൈവത്തോട് കൂടെ നടക്കണം എന്നുള്ള ഒരു കൽപ്പനയാണ് ദൈവം അവർക്ക് നൽകുവാനിടയെ തരുന്നത്. അപ്പം ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം അവരെ അറിയിക്കുവാനിടയെ തുറന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം എപ്പോഴും നമ്മളോട് അറിയിക്കുവാനിടയെ അറിയിക്കും. ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ ഇടയെ തീരണം. ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏത് വിധേനെ നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുവാനിടയെ തരണം, നമ്മൾ പരിശ്രമിക്കുവാനിടയെ തരണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതം അത് മാറ്റിവെക്കുവാനിടയെ തരണം. പൗലോസ് ഒരു കാലത്ത് ദൈവത്തിന് വിപരീതമായി അല്ലെ ദൈവസഭയ്ക്ക് വിപരീതമായി നിന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദൈവത്തെ അറിയാത്ത ഒരു കാലമായിരുന്നു. അവൻ മതത്തെക്കുറിച്ചായിരുന്നു പൗലോസ് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പൗലോസിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ദൈവമല്ലായിരുന്നു യേശുക്രിസ്തു എന്ന് പൗലോസിന് പിന്നീട് മനസ്സിലാക്കുവാനിടയിൽ തരണം. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, യേശു ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, യേശു ആരാണെന്നുള്ള ആഗ്രഹം പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പൗലോസിൻ്റെ പേര് നമുക്കറിയാം, ശൗൽ എന്നായിരുന്നു. എന്നാൽ ആ ശൗൽ ഒരിക്കൽ അത് ദൈവസഭയ്ക്കും യേശുക്രിസ്തുവിനും വിരോധമായി അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അവൻ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദർശനം അവനുണ്ടാകുവാനിടയിൽ തരണം. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ദൈവം ആരാണ്, അല്ലെങ്കിൽ ഈ ശക്തി, ഒരു ശക്തി അവനിൽ നേരിടുവാനിടയിൽ തരണം, ഒരു ശക്തി അവനിലേക്ക് കടന്നു ചെല്ലുവാനിടയിൽ തരണം. അപ്പോൾ ഈ ശക്തി ആരാണെന്ന് അറിയാനുള്ള വലിയൊരു ആഗ്രഹം പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ
ശ്രമിക്കുവാനിടയിൽ തീർന്നു. അത് മുഖാന്തരം അവൻ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചും യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ജീവിതം യേശുവിന് വേണ്ടി മാറ്റിവെക്കുവാനിടയിൽ തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണം, അല്ലെ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ദൈവം ഏൽപ്പിച്ച എൻ്റെ ശുശ്രൂഷ തേക്കണമെന്ന് എനിക്കുള്ളൂ. എൻ്റെ പ്രാണൻ അല്ല എൻ്റെ ജീവൻ അത് വിലയേറിയതായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പൗലോസ് പറയുവാനിടയിൽ തീർന്നു. പലപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതിനെ ശുശ്രൂഷ ചെയ്യുവാൻ പലപ്പോഴും മനുഷ്യൻ ഒരുപാട് തടസ്സങ്ങൾ ആണ് പറയുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യമുണ്ട്. പൗലോസിൻ്റെ 2 കൊരിന്ത്യർ 10-10 അതുപോലെ 11:6 പറയുന്നുണ്ട്, പൗലോസിൻ്റെ അത് ശരീരം ബലഹീനമായിരുന്നു, ആ വാക്ക് സാമർഥ്യം ഇല്ലാത്തവനായിരുന്നു, പൊക്കക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുറവുകൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും പൗലോസ് അതൊന്നും വകവെക്കാതെ പൗലോസ് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഓടുവാനിടയായിരുന്നു. പലപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യം ഓരോ മനുഷ്യനുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ പലവിധമായ ഒഴിവുകൾ പറഞ്ഞ് ദൈവം ഏൽപ്പിച്ചതായ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാതെ ആളുകൾ മാറി നിൽക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല തടസ്സങ്ങളും ആളുകൾ പറയുവാനിടയിൽ തരും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പൗലോസ് പറയുന്നത്, അത് എൻ്റെ ജീവനെ ഞാൻ വിലയേറിയതായിട്ട് കാണുന്നില്ല. ദൈവം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം അത് തികയ്ക്കണം, അത് നിറവേറ്റപ്പെടണം, അത് പൂർത്തീകരിക്കണമെന്നാണ് പൗലോസ് പറയുവാനിടയിൽ തരുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ്. യേശു തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട്, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു എന്ന്. ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ച്, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ഒരു മനുഷ്യനിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസ് അതാണ് വ്യക്തമായിട്ട് പറയുവാൻ, പൗലോസ് അത് മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, അത് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സൊരു ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ളവരാതനായി ദൈവത്തിന് പ്രസാദമുള്ള ശരീരം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ശരീരമായി നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ് അവിടെ പറയുന്നത്. ഒരു ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അവിടെ പൗലോസ് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, നമ്മളെക്കുറിച്ചുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മനോഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം വരുത്തുവാൻ ഇടയെത്തിരണം. പല ആളുകൾക്കും ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തെ മനസ്സിലാക്കാത്തതും അതിൻ്റെ കാരണം അവർ പഠിച്ചിട്ടുള്ളതായ, അവരുടെ ചിന്തയിലുണ്ടായ, അല്ല മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതായ ഒരു അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ ചിന്താഗതികളൊക്കെ അവരുള്ളിൽ ഉള്ളതുകൊണ്ടാണ്. അതിനൊരു മാറ്റം വരുത്തുവാൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവത്തിന് പ്രസാദിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ ഹിതം അവർ ജീവിതത്തിൽ ചെയ്യുവാനോ നിറവേറുവാനോ കഴിയാത്തതിൻ്റെ കാരണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയിൽ തരണം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ കൂടെ നിറവേറുവാനാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആണെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയിൽ തരണം. അപ്പം നമുക്കറിയാം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്നതായ എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കത്തി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊല്ലൻ ഉണ്ടാക്കുന്നത്, ആ കത്തിയുടെ കത്തിയെ കുറിച്ചൊരു ആ മനുഷ്യൻ്റെ ഉദ്ദേശമുണ്ട്, അതിനെന്തിനു വേണ്ടിയിട്ടാണെന്ന്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ ദൈവം എല്ലാം സകലതും അതിൻ്റെതായ സമയത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവം വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സമയത്ത് എല്ലാം ദൈവം ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ കൂടെ നിറവേറുവാൻ ആണ്. ദൈവത്തിന് എല്ലാവരെ കൊണ്ടും ദൈവത്തിന് ഉപയോഗമുണ്ട്, എല്ലാ ആളുകളെക്കുറിച്ചും ദൈവത്തിന് ഉപയോഗമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിനുള്ള ഉപയോഗം, ദൈവം
നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയിൽ തരണം. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയിൽ തരും. ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നത്, അനേകർക്ക് ആശ്വാസമായി തീരുന്നത്, അനേകർക്ക് വിടുതൽ നമ്മളിൽ കൂടെ ദൈവം ചെയ്യുവാനിടയിൽ തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അനവധി പ്രാവശ്യങ്ങളിൽ ഇസ്രായേൽ അനേക പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ കാര്യങ്ങൾ. അനേക രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ, ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങൾ, അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ കൂടെ കടന്നുപോയിട്ടുണ്ട്. അവിടൊക്കെയും അതിനെ ഇസ്രായേലിനെ അല്ലെങ്കിൽ ആ ദൈവജനത്തെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം അനേക വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയിൽ തന്നു. അപ്പോൾ അനേക വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ഉപയോഗപ്രദമല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം അവരെ മാറ്റുകയും അതിനുള്ള പകരം അത് വേറെ ആളുകളെ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെക്കുറിച്ച് നമുക്കറിയാം. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും ശൗല് ദൈവത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഹിതം അവൻ നിറവേറ്റാതെ അവൻ മുൻപോട്ട് പോയ സന്ദർഭത്തിൽ അത് ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം അത് ശൗലിൻ്റെ അടുക്കൽ കടന്നു നിന്നിട്ട് ഇങ്ങനെ പറയുവാനിടയിൽ തീർന്നു. കാരണം എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് അവനോട് അറിയിക്കുവാനിടയിൽ തീർന്നു. ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ ഹിതമെല്ലാം നിവർത്തിക്കുന്നവൻ എന്നാണ്. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് പറയുവാനിടയിൽ തീർന്നത്. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയിൽ തരുന്നത്. ദാവീദിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. വളരെ കാട്ടിലായിരുന്നു, ആളുകളെ മേയ്ക്കുന്നവനായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ അവനും വിദ്യാഭ്യാസം കുറവുള്ളവനായിരുന്നു, കഴിവുകൾ കുറവുള്ളവനായിരുന്നു. എന്നാലൊക്കെയും ഇതൊന്നും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തടസ്സമായി നിന്നില്ല. അവനെൻ്റെ ഹിതമൊക്കെയും അത് നിറവേറ്റുന്നവൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് പറയുക. അപ്പം ദൈവം നോക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും. ആ ദാവീദിനെയാണ് ദൈവം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം അവനെ തിരഞ്ഞെടുക്കുവാനിടയിൽ തരുന്നത്. അപ്പോൾ നമ്മുടെ ആ സാഹചര്യങ്ങൾ ഒന്നും അല്ല ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ഉപയോഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മളുടെ ഒരു മനസ്സാണ്, നമ്മുടെ ഒരു തീരുമാനമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയിൽ തരുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എല്ലാ ആളുകളെക്കുറിച്ചും എല്ലാവരെ കൊണ്ടും ദൈവത്തിന് ഉപയോഗമുണ്ട്. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളാണ് നിങ്ങൾ എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് ഓരോ വ്യക്തികൾ. ഓരോ അവയവങ്ങൾക്കും ഓരോ പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ മനസ്സിലാക്കി ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് വളരെ അനുഗ്രഹമായിട്ടും വളരെ ഭംഗിയായിട്ടും ദൈവസഭ മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഉദാഹരണം, തലയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, കൈകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, കാലിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. കാല് പറയുകയാണ് ഇന്ന് ഞാൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ നടക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ആ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ അത് ഭംഗിയായിട്ട് നടക്കത്തില്ല. അതിനോട് ശരീരം ഉണ്ടായിട്ട് പോലും അതുകൊണ്ട് ഗുണമുണ്ടാകും. കൈകൾ പറയുകയാണ് ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കൈകൾ പറയുന്നുവെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ആ ദൈവസഭയ്ക്ക് ആ ശരീരത്തിനില്ല. അതേപോലെ കണ്ണുകൾ പറയുകയാണ് ഞാനിനി കാണുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. ആ പ്രവൃത്തികൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുവാനിടയെത്തുന്നത്, ദൈവത്തിൻ്റെ നാമം നമ്മളിൽ മഹിമപ്പെടുവാനിടയെത്തുന്നത്. അതിൽ നമുക്ക് ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുവാനിടയെത്തണം. ഏറ്റവും അതിപ്രധാനമായ കാര്യം നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അതിനുവേണ്ടി ചെയ്യുവാനിടയെത്തണം. പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, പൗലോസിൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ അത് വിലയേറിയതായിട്ട് കാണുന്നില്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് തികയ്ക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ഏൽപ്പിച്ചിട്ട് ശുശ്രൂഷ നമ്മൾ തികയ്ക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹം. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുവാനിടയിൽ തരണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുപാട് വ്യക്തികളെ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം ചെയ്യുവാൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരുപാട് ജീവികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ കാറ്റിനെയും കടലിനൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദൈവം പറഞ്ഞ പ്രകാരം തന്നെ ആ കാറ്റും കടൽ അല്ലെങ്കിൽ ആ ജീവികളൊക്കെ അത് അനുസരിക്കുവാനും അത് നിവർത്തിക്കുവാനും ഇടയെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ അത് പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റും കടലും ഒക്കെയും ആ തിരമാലകളെല്ലാം അവരെ പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ യേശു യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിൻ്റെയും കടലിനെയും ശാസിച്ചു, അമർച്ച ചെയ്തു. ആ കാറ്റ് അടങ്ങുക എന്ന് പറയുവാനിടയെ തീർന്നു, അത് കടൽ ശാന്തമാകുക എന്ന് പറയുവാനിടയെ തീർന്നു. ആ സന്ദർഭത്തിൽ തന്നെ അത് അവിടെ അനുസരിക്കുവാനിടയെ തീർന്നു. ആ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അവർക്ക് മുൻപോട്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവർക്ക് മുൻപോട്ട് പോകുവാനും അവർക്ക് അക്കരെ എത്തുവാനും അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും കഴിയും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് വിരോധമായി നിൽക്കുന്നതായ അല്ലെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്നതായ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അത് അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിനെ തകർത്ത് നമുക്ക് നല്ലൊരു വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നെങ്കിൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നെങ്കിൽ നമ്മുടെ മുൻപിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഓളങ്ങളും അത് തിരമാലകളും അത് വെല്ലുവിളികളൊക്കെ നമ്മുടെ മുൻപിൽ നേരിടുവാനിടയെ തരും. എന്നാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തേക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം നീക്കി നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നമ്മളെക്കുറിച്ച് നിറവേറ്റുവാനിടയെ തരും. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കറിയാം യോസേഫിൻ്റെ ജീവിതം, ദാവീദിൻ്റെ ജീവിതം, അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ സുഖകരമായ ഒരു അനുഭവമല്ലായിരുന്നു. ദൈവത്തിന് അവരെക്കുറിച്ച് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ ആ പദ്ധതികൾ നിറവേറ്റുവാൻ വേണ്ടി അവർ തയ്യാറായപ്പോൾ, അതിനുവേണ്ടി അവർ ഒരുക്കമായപ്പോൾ, അതിനുവേണ്ടി അവരെ തന്നെ അവർ ഏൽപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അവരുടെ മുൻപിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളൊക്കെ അവരുടെ ജീവിതത്തിൽ നേരിടുവാനിടയെ തരും. എങ്കിലും അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ദാവീദ് അനേക കഷ്ടങ്ങൾ കടന്നു വന്ന സമയത്ത് ദാവീദ് ഇങ്ങനെ പറയുവാനിടയെ തീർന്നു, ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്നാണ് പറയുവാനിടയത്. അനേക പ്രതിസന്ധികൾ കഷ്ടതകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം കഷ്ടമായി തീരുവാൻ ഇടയെത്തീരുമെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ നിറവടിയായിട്ട് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ യോനയുടെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യോനാ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ യോനാ പ്രവാചകനെ ദൈവസേനയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ആദ്യം ഒരു ആവണക്കിനെയാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവം ആ മരുഭൂമിയിൽ ദൈവം ഒരു ആവണക്കിനോട് ഇങ്ങനെ ഒരു ആവണക്കുണ്ടാകുവാൻ വേണ്ടി കൽപ്പിച്ചു. ഒരു വലിയൊരു വൃക്ഷമായി തീരുവാൻ വേണ്ടി ദൈവം കൽപ്പിക്കുവാനിടയായിരുന്നു. ഒരിക്കലും ആ ആവണക്ക് പറഞ്ഞില്ല, അയ്യോ ദൈവം ഇത് മരുഭൂമിയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ളമില്ല, മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ആ ആവണക്ക് പറഞ്ഞില്ല. കാരണം ആവണക്ക് ദൈവം പറഞ്ഞപ്പോൾ തന്നെ ആ ആവണക്ക് മരുഭൂമിയിൽ അത് ഉണ്ടാകുവാനിടയെ തീർന്നു, അതൊരു വൃക്ഷമായിട്ട് അത് നിൽക്കുവാനിടയെ തീർന്നു. പ്രിയമുള്ള അത് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യോനായ്ക്ക് വലിയൊരു ആശ്വാസമായി തീരുവാനിടയെ തീർന്നു, അവന് വലിയൊരു സന്തോഷമായി തീരുവാനിടയെ തീർന്നു. എങ്കിലും അവനൊരു മാനസാന്തരം ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്പോൾ വീണ്ടും ദൈവം ഒരു പുഴുവിനോട് ഒരു പുഴുവിനോട് ദൈവം കൽപ്പിച്ചു, ആ യോനായിരിക്കുന്ന ആവണക്കിനെ ചെന്ന് കുത്തണം എന്ന് ദൈവം കൽപ്പിക്കുവാനിടയെ തീർന്നു. എന്നാൽ ആ മരുഭൂമിയാണ്, വളരെ ചൂടേറിയ അനുഭവമാണ്. എന്നാൽ ആ പുഴു അതിവേഗത്തിൽ അവിടേക്ക് ചെന്ന് ആ പ്രവാചകൻ അല്ലെങ്കിൽ ആയിരിക്കുന്ന യോന, അനുസരണം കെട്ടായ യോന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ആവണക്കിനെ കുത്തുവാൻ തുടങ്ങി. ഒരിക്കലും ആ പുഴു ഒരു എതിർ അഭിപ്രായം പറഞ്ഞില്ല. ദൈവമേ, ഇത് മരുഭൂമിയാണ്, എനിക്ക് അങ്ങോട്ട് മുൻപ് പോകാൻ കഴിയത്തില്ല, ഭയങ്കര ചൂടാണ്, അത് മാത്രമല്ല എന്നെ കണ്ട യോന പ്രവാചകൻ എന്നെ കൊന്നുകളയും, ഇതൊന്നും ആ പുഴു പറഞ്ഞില്ല. ആ പുഴു അതിവേഗത്തിൽ അവിടെ കടന്നു ചെന്നിട്ട് ആ യോന പ്രവാചകൻ ഇരുന്നിരുന്നായ ദൈവം കൽപ്പിച്ച പ്രകാരം അത് കുത്തുവാൻ ഇടയെ തീർന്നു. എന്നാൽ
പ്രിയമുള്ളവർ, അവിടെ ഒന്നും എത്ര ചൂടേറിയ അനുഭവമാണെങ്കിലും എത്ര മരുഭൂമിയാണെങ്കിലും ആ പുഴുവോ അല്ലെങ്കിൽ ആവണക്കോ ഒരിക്കലും ഒരു തടസ്സവും അവിടെ പറഞ്ഞില്ല. കാരണം അവരുടെ ആഗ്രഹം എന്ത് മരുഭൂമിയാണെങ്കിലും ചൂടേറിയ അനുഭവമാണെങ്കിലും അത് പ്രാണൻ നഷ്ടപ്പെട്ടാലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യണമെന്നാണ് അവിടെ നമുക്ക് അവർ വിശ്വസിക്കുവാനിടയില്ല. അല്ലെങ്കിൽ ആ ജീവി അല്ലെങ്കിൽ ആ സസ്യം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ഞാൻ മുൻപേ പറഞ്ഞ പോലെ സസ്യങ്ങൾ കൂടി ദൈവം ചെയ്തിട്ടുണ്ട്, ആ കാറ്റിനും കൂടെ കടലിൽ കൂടെ അത് മിന്നൽ അഴിച്ച് ദൈവം ചെയ്തിട്ടുണ്ട്, കഴുതയോട് ദൈവം തന്നെ കഴുതയിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവ സന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തടസ്സങ്ങൾ പറയാതെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവർ, ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയെ തരും, ദൈവം നമ്മളെ മാനിക്കുവാനിടയെ തരും. അതിനുവേണ്ടി നമ്മളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ നമ്മൾ വലുതായിട്ട് നമ്മൾ കാണുവാനിടയാകരുത്. ഒരിക്കൽ കാലേബും യോശുവയും ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാനിലേക്ക് കടന്നു ചെന്ന് അവിടെ ഉറ്റുനോക്കുവാൻ വേണ്ടി പറയുവാനിടയെ തന്നു. അപ്പോൾ കാലേബ് യോശുവ അവിടെ കടന്നു ചെന്നിട്ട് അവർ ഉറ്റുനോക്കി. അവിടെ ചെല്ലുമ്പോൾ അനേക മല്ലന്മാർ, അനേക തടസ്സങ്ങൾ, അനേക രാജാക്കന്മാർ, അനേക എരിഹോ മതിൽ ഇതെല്ലാം ഉണ്ട്. എന്നാൽ അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിക്കൊണ്ട്, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായതുകൊണ്ട് അവർ പറഞ്ഞു അത് നമുക്ക് കീഴടക്കുവാൻ കഴിയുമെന്ന്, അത് നമുക്ക് പിടിച്ചടക്കുവാൻ കഴിയുമെന്ന്. എന്നാൽ പോയ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ് അതൊരിക്കലും നമുക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അവരതിൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളെ അവർ നോക്കി, അത് അവർക്ക് വലുതായി കാണുവാനുള്ളത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ നമുക്ക് വലുതായി കാണുവാൻ ഒരിക്കലും കഴിയത്തില്ല. അതെല്ലാം ദൈവം നമുക്ക് മാറ്റുവാനുടേത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചായ ആ ശുശ്രൂഷ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിറവടിയായിട്ട് നാം ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം നമ്മളെ മാനിക്കുവാനിടയത്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കഥ കേൾക്കുവാനിടയിൽ തീർന്നിട്ടും, ഒരിക്കൽ ആഫ്രിക്കയിൽ ആളുകൾ ഒരിക്കലും ചെരുപ്പ് ഉപയോഗിക്കാത്ത ആളുകളായിരുന്നു. വലിയൊരു ചെരുപ്പ് കമ്പനി അവിടേക്ക് ഒരു ആളെ അയക്കുവാനിടയെ, കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ അങ്ങോട്ട് അയക്കുവാനിടയെ തന്നു. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊന്നും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ആർക്കൊക്കെ ചെരുപ്പ് അവിടെ കണ്ടിട്ട് പോലുമില്ല, ചെരുപ്പ് ആരും ഉപയോഗിക്കില്ല. അപ്പോൾ അദ്ദേഹം മടങ്ങി വന്നിട്ട് കമ്പനിയിൽ അദ്ദേഹം പറയുവാനിടയെ തീർന്നു, പിന്നെ അവിടെ നമുക്കത് ഒരിക്കലും അവിടെ നമ്മുടെ ചെരുപ്പുകൾ വിറ്റഴിക്കുവാൻ കഴിയത്തില്ല. കാരണം അവിടെയുള്ള ഒരാൾ പോലും ചെരുപ്പുകൾ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യം അസാധ്യമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് കമ്പനിയിൽ അദ്ദേഹം അറിയിക്കുവാനിടയാണ്. അടുത്ത് രണ്ടാമതൊരു പ്രതിനിധിയെ ആ കമ്പനി വീണ്ടും ആഫ്രിക്കയിലേക്ക് അയക്കുവാനിടയാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാൾ പോലും ചെരുപ്പ് ധരിക്കുന്നില്ല. അവർക്ക് ആ ചെരുപ്പിനെ കുറിച്ച് അറിയത്തില്ല, ചെരുപ്പ് അവർ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം അവിടെ ചെരുപ്പ് കൊണ്ടുപോയി അദ്ദേഹം അവിടെയുള്ള ആളുകളൊക്കെ ചെരുപ്പിടാൻ പഠിപ്പിച്ചു. അദ്ദേഹം ആ ചെരുപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ ആളുകൾക്ക് വളരെ സന്തോഷമായി. ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ആ കമ്പനിയുടെ ചെരുപ്പുകൾ ലക്ഷോപലക്ഷം ചെരുപ്പുകൾ അവിടെ വിറ്റഴിക്കപ്പെടുവാനിടയിൽ തന്നു. ആ കമ്പനി അയച്ചായ ആ ഉദ്യോഗസ്ഥൻ അത് തിരിച്ചു വന്നപ്പോൾ ആ കമ്പനി അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കൊടുത്തു, ഒരുപാട് ഉയർച്ചകൾ കൊടുക്കുവാനിടയിൽ തരണം. എന്നാൽ ആദ്യം അവിടെ ആഫ്രിക്കയിൽ പോയിട്ട് അവരയച്ചതായ ആ ഉദ്യോഗസ്ഥനെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനിടയിൽ തന്നു. കാരണം പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവമാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ അല്ലെങ്കിൽ അത് നമുക്ക് ലക്ഷ്യത്തിലെത്തുവാനും ആ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് പ്രകാരം ആയിത്തീരുവാനും കഴിയുന്നത് നമ്മുടെ മനോഭാവമാണ്. ഈ രണ്ട് ചെറുപ്പക്കാരുടെ മനോഭാവം, രണ്ടുപേരും ഒരേ ഒരേ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും മനോഭാവം വ്യത്യാസമായിരുന്നു. ഒരുത്തിൻ്റെ മനോഭാവം മൂലം അവൻ്റെ ജോലി നഷ്ടപ്പെടുവാനിടയെത്തണം, അവൻ അത് അപമാനിക്കപ്പെടുവാനിടയെത്തണം. എന്നാൽ മറ്റൊരുത്തിൻ്റെ മനോഭാവം മൂലം അവന് ഉയർച്ച പ്രാപിക്കുവാനും അവന് വലിയ അഭിനന്ദനങ്ങൾ ഏൽക്കുവാനും അവന് അനേക പദവികൾ ലഭിക്കുവാനും ഇടയെത്തണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഓരോ വ്യക്തികളും, നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ പ്രായം എന്തും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി എന്ത് ആയിക്കൊള്ളട്ടെ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാനായിക്കോട്ടെ, ആരായിരുന്നാലും അത് നമ്മുടെ മനോഭാവങ്ങളെ നാം ദൈവസന്നിധിയിൽ അത് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഒരാട്ടിടേനെ ഒരു രാജാവാക്കിയ ദൈവം, അല്ലെങ്കിൽ ഒരു അടിമ ബാലന്മാരെ ആ രാജ്യത്തിൻ്റെ പ്രധാനിയാക്കിയ ദൈവം, അല്ലെങ്കിൽ ഒരു ക്രൂരനായ പൗലോസിനെ ചെന്നായിനെ പോലെ ആളുകളെ ഉപദ്രവിച്ചായ ആ പൗലോസിനെ, ശൗലിനെ പൗലോസാക്കി മാറ്റി ഒരു കുഞ്ഞാടിനെ പോലെ ആക്കിയ ദൈവം,
നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹം. അതിന് നമ്മളെ മനോഭാവം നമ്മൾ മാറ്റുവാനിടയെ തരണം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാനിടയെ തരണം. ആ ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മളെ ഏൽപ്പിക്കുക. ഈ വചനപ്രകാരം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ കൂടെ അത് നിറവേറ്റപ്പെട്ട് ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി, ഉയർച്ച പ്രാപിച്ചവരായി, അനുഗ്രഹം പ്രാപിച്ചവരായി, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാട്ടെ. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം, രൂപാന്തരം, അത് മാറ്റം കൊണ്ടുവരുന്നെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുവാനിടയെ തരും. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയെ തരും. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ വളരെ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിനാ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. എനിക്ക് ഈ സമയം അനുവദിച്ചെന്ന ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് തോമസ് ചെറിയ സാർ, മറ്റ് എല്ലാ ഭാരവാഹികളും ഈ പ്രഭാതത്തിൽ ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ കണ്ണുകളടയ്ക്കാൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വളരെ ആത്മാർത്ഥമോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ ഏത് വിഷയമായിരുന്നാലും, ഏത് പ്രയാസമായിരുന്നാലും അത് ദൈവസേനയിൽ ഏൽപ്പിച്ചാൽ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയെ തരും. പ്രൈസലോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവങ്ങളിലേക്ക് പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇന്ന് കർത്താവേ, ഈ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവം അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പദ്ധതി, ഉദ്ദേശങ്ങളുണ്ട്. ആ പദ്ധതിക്ക് ഞങ്ങൾ അങ്ങയുടെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മഹിമപ്പെടുവാൻ കർത്താവ് ദൈവ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിക്കുമാറാണ് പ്രാർത്ഥന കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹം ദൈവം നിങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.